നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാളിൽ ഒരറ്റത്തൂടെ മമതയുടെയും തൃണമൂലിന്റെയും നെഞ്ചത്ത് വെടിപൊട്ടിച്ചുകൊണ്ട് അമിത്ഷാ ചില നീക്കങ്ങൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ആരംഭിച്ചിരിക്കുകയാണ്. തെക്കൻ കൊൽക്കത്തയിലെ കാളിഘട്ട് റെസിഡൻസിയിലാണ് റെയ്ഡ്. 4 നിലയിലുള്ള കൂറ്റൻ ബംഗ്ലാവാണ് ഇത്. എല്ലാവിധ ആഡംബരത്തിന്റെയും പ്രതീകമാണ് ഈ ഒരു വീട്. ഇതാദ്യമായാണ് അഭിഷേക് ബാനർജിയുടെ വീട്ടിൽ റെയ്ഡിന് ഇഡി എത്തുന്നത്. തായ്ലൻഡുകാരിയാണ് അഭിഷേക് ബാനർജിയുടെ ഭാര്യ രുചിര. ആഡംബര ജീവിതത്തിന്റെ പ്രതീകമാണ് രുചിരയെന്ന് പണ്ട് മുതൽ തന്നെ വിമർശനമുള്ളതാണ്. മമതയുടെ ആത്മാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉയർന്നു വന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അന്തകനായത് അഭിഷേക് ബാനർജി ഒരൊറ്റ ഒരുത്തനാണ്. അധ്യാപകരെ നിയമിക്കുന്നതിന് വൻ തുകയാണ് അഭിഷേക് ബാനർജി കൈക്കൂലി വാങ്ങിയിരുന്നത്. പണം വാങ്ങുന്നത് നിയന്ത്രിച്ചിരുന്നത് രുചിരയാണ്. 4 നിലകളുള്ള ആഡംബര വീട് നിർമ്മിച്ചത് തന്നെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്നുള്ള വിമർശനമുണ്ട്. വിദ്യാഭ്യാസ റിക്രൂട്ട്മെന്റ് അഴിമതി തുടങ്ങി ഒരു പിടി അഴിമതിയുടെ രേഖകൾ തേടിയാണ് ഇഡിയുടെ ഇപ്പോഴത്തെ റെയ്ഡ്. കുറച്ച് നാളായി അഭിഷേക് ബാനർജിക്കും ഭാര്യയ്ക്കും എതിരായ സാമ്പത്തിക അന്വേഷണത്തിന്റെ തുടർച്ചയാണ് ഈ റെയ്ഡ്. മമതയ്ക്ക് ഇതിലും വലിയ അടിയൊന്നും കിട്ടാനില്ല. അഭിഷേക് ബാനർജിയുടെ നാവിൻ തുമ്പിൽ നിന്ന് മമതയുടെ പേരെങ്ങാനും വന്നാൽ തീർന്നു, മമതയെ തൂക്കി അകത്തിടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻപൊക്കെ, അതായത് തൃണമൂൽ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ CBIക്കോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോ ഒന്നും തന്നെ ഇവരിൽ ആരെയും കസ്റ്റഡിയിലെടുക്കാനുള്ള, ചോദ്യം ചെയ്യാനുള്ള ഒരു അനുമതി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെയൊക്കെ ഇഡിയുടെയും CBIയുടെയും ഓഫീസുകൾ വളഞ്ഞ് പിടിച്ചുകൊണ്ടുപോകുന്ന, അവരെ അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന മമതാ ബാനർജിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ മമതയ്ക്ക് അതിനൊന്നും കഴിയില്ല. മരുമകന്റെ വീട്ടിലെ ഇഡി റെയ്ഡ് കണ്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് മമതാ ബാനർജി ഇപ്പോൾ. ഇത് മാത്രമല്ല, മമതയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് അഭിഷേക് ബാനർജി നടത്തിയിട്ടുള്ള അഴിമതികളിൽ മമതയ്ക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പങ്കുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഇഡി സംഘം മമതയിലേക്ക് നീങ്ങും. കേന്ദ്ര സർക്കാരിന്, പ്രത്യേകിച്ച് അമിത്ഷായ്ക്ക് മമതയോട് നല്ല കണക്ക് വീട്ടാനുണ്ട്. പലപ്പോഴും BJPയെയും അമിത്ഷായെയും വിരൽ ചൂണ്ടിയായിരുന്നു മമത പലതും വിളിച്ചു കൂവിയിരുന്നത്. അമിത്ഷായ്ക്ക് നേരെ അതിരുവിട്ടു പോകുന്ന ചില പ്രസ്താവനകളൊക്കെ മമത നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രവുമായിട്ട് വലിയ ഒരു വെറുപ്പും അതുപോലെ തന്നെ പോരാട്ടവുമായിരുന്നു മമത ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്. അഭിഷേക് ബാനർജി നടത്തിയിട്ടുള്ള അഴിമതികൾ അത് മമതയ്ക്കും അറിവുണ്ടായതാണ്. എന്നാൽ അഭിഷേകിനെ തിരുത്താനോ അയാളെ തടയാനോ മമതയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അഭിഷേക് നടത്തിയിട്ടുള്ള അഴിമതികളിൽ മമതയ്ക്ക് പങ്കുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മമത അറിഞ്ഞും അറിയാതെയും ഒക്കെ അഭിഷേക് ഒരുപാട് അഴിമതികൾ ബംഗാളിൽ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. കുറെ കാലമായി അമിത്ഷാ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ഒരാളാണ് അഭിഷേക് ബാനർജി. അഭിഷേക് ബാനർജിയെ തൂക്കിയെടുക്കുമെന്ന് അമിത്ഷാ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. ഇത് മാത്രമല്ല, പെരുങ്കള്ളൻ എന്നാണ് അഭിഷേക് ബാനർജിയെ അമിത്ഷാ വിളിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇഡിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വായിലേക്കാണ് അഭിഷേക് ബാനർജി ചെന്ന് വീണിരിക്കുന്നത്. അവിടെ നിന്ന് മമതയ്ക്ക് പോലും അഭിഷേകിനെ ഊരിയെടുക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരാളാണ് അഭിഷേക്. ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഭിഷേക് ബാനർജിയെ തെരുവിലിട്ട് തല്ലുകയായിരുന്നു BJPക്കാരും ബംഗാളിലെ ജനങ്ങളും ചേർന്ന്. വലിയ അഴിമതി നടത്തി ബംഗാളിനെ ഊറ്റിപ്പിഴിഞ്ഞ് കോടാനുകോടികളാണ് അഭിഷേക് ബാനർജി സമ്പാദിച്ചിരിക്കുന്നത്. എന്നാൽ തൊട്ടിപ്പുറത്ത് മമതാ ബാനർജിയോ ഒരു ലളിത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ലളിത ജീവിതത്തിന് പിന്നിൽ അഴിമതിയുടെ കറ പുരണ്ടിട്ടുണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം മുൻപത്തെ ചിട്ടി ഫണ്ട് തട്ടിപ്പുകളൊക്കെ മമതയ്ക്ക് തലയ്ക്ക് മുകളിൽ വാളാണ്. ആ ഫയലുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുത്തിപ്പൊക്കിയിരിക്കുന്നതും അമിത്ഷാ അതിന് ഒരു തീർപ്പ് കൽപ്പിക്കണമെന്ന് സുവേന്ദുവിനോട് പ്രഖ്യാപിച്ചിരിക്കുന്നതും. അതായത് ഇഡിയുടെ പ്രധാന ലക്ഷ്യം മമതാ ബാനർജിയെ തൂക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതുവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബംഗാളിൽ കാലുകുത്തിക്കാൻ പോലും മമത അനുവദിച്ചിട്ടില്ല. അവര് അന്വേഷണത്തിനായി വന്നാൽ, റെയ്ഡിനായിട്ടോ ചോദ്യം ചെയ്യലിനായിട്ടോ ഒക്കെ തൃണമൂൽ കോൺഗ്രസുകാർക്ക് നേരെ വന്നാൽ അവരെ ആക്രമിക്കുന്ന ഒരു നിലപാടായിരുന്നു ബംഗാളിൽ മമത സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ പല്ലുകൊഴിഞ്ഞ ഒരു സിംഹമാണ് മമത. അതുകൊണ്ട് തന്നെ മമതയ്ക്ക് ഇതിനെയൊന്നും ചെറുക്കാനുള്ള കെൽപ്പില്ല എന്നുള്ളതും വ്യക്തമാകുകയാണ്. അഭിഷേക് ബാനർജിയെ ആദ്യം തൂക്കുമോ അതോ മമതയെയാണോ ആദ്യം തൂക്കുക എന്നുള്ളത് കണ്ടറിയണം. ഇവിടെ മറ്റൊരു പ്രതിസന്ധി മമത ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിലെ പിളർപ്പാണ്.
പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജിയുടെ നെഞ്ചിലേക്ക് ആണിയടിച്ചുകൊണ്ടാണ് വൻ നീക്കങ്ങൾ നടക്കുന്നത്. കനത്ത ആഭ്യന്തര കലഹങ്ങൾക്കൊടുവിൽ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ഔദ്യോഗികമായി പിളർന്നിരിക്കുകയാണ്. മമതാ ബാനർജി പാർട്ടിയിൽ നിന്ന് മുൻപ് പുറത്താക്കിയ വിമത MLA ഋതപത്ര ബാനർജിയെ നിയമസഭാ സ്പീക്കർ പുതിയ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചു. ഇതോടെ ദീദിയുടെ രാഷ്ട്രീയ ഭാവി അക്ഷരാർത്ഥത്തിൽ അവതാളത്തിലായിരിക്കുകയാണ്. ഇതോടെ മമതയ്ക്ക് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നവും അസ്തിത്വവും വരെ നഷ്ടപ്പെടുന്ന മാരക സാഹചര്യമാണ് കൊൽക്കത്തയിൽ ഒരുങ്ങിയിരിക്കുന്നത്. അക്രുജ മാനെ പുതിയ ചീഫ് വിപ്പായും സ്പീക്കർ രവീന്ദ്രനാഥ് ബോസ് അംഗീകരിച്ചിട്ടുണ്ട്. തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന അവകാശവാദവുമായി 58 MLA-മാരുടെ കനത്ത പിന്തുണയോടെയാണ് വിമതർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് ഋതപത്ര ബാനർജിയെയും സന്ദീപൻ സാഹയെയും മമതയും കൂട്ടരും മുൻപ് പാർട്ടിയുടെ എല്ലാ പദവികളിൽ നിന്നും മാറ്റി നിർത്തുകയും പുറത്താക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആകെ 80 MLA-മാരായുള്ള തൃണമൂലിൽ 2/3 ഭാഗത്തിലധികം അംഗങ്ങളുടെ വ്യക്തമായ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് സ്പീക്കർക്ക് മുന്നിൽ തെളിയിക്കാൻ വിമതർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ കടുപ്പമേറിയ ചരടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായ കൃത്യമായ ഭൂരിപക്ഷം കൈക്കലാക്കിയാണ് വിമതർ മമതയുടെ നെഞ്ചിൽ ചവിട്ടിയിരിക്കുന്നത്. ഇതോടെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിന്മേൽ അവകാശവാദം ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് ഋതപത്ര ബാനർജിയും സംഘവും. ഇത് മമതയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള പ്രഹരമാണ്. ഒരു വഴിക്ക് മരുമകന്റെ വീട്ടിൽ ED റെയ്ഡ്, മറ്റൊരു വഴിക്ക് പാർട്ടിയിൽ നിന്ന് പിളർപ്പ്. ഇത് മാത്രമല്ല, തൃണമൂലിന്റെ മുഴുവൻ അധികാരവും ഋതപത്രയും കൂട്ടരും കൊണ്ടുപോകുന്നു. എങ്ങനെ സഹിക്കും മമത? അതേസമയം വിമത നീക്കത്തെ വഞ്ചനയെന്നാണ് TMC വിശേഷിപ്പിച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യാമായിരുന്നുവെന്നും അത് ചെയ്യാതെ അവർ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയെന്നുമാണ് MLA കുനാൽ ഘോഷ് പറഞ്ഞത്. വിമതരെ രാജ്യദ്രോഹികൾ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ TMC ഐക്യത്തോടെ പ്രതിസന്ധി മറികടക്കുമെന്നും കൂട്ടിച്ചേർത്തു. നേരത്തെ മമതയുടെ അനന്തരവനും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജി തങ്ങളുടെ വിശ്വസ്തനായ ശോഭൻ ദേബ് ചത്തോപാധ്യായെ പ്രതിപക്ഷ നേതാവാക്കാൻ വൻ നീക്കം നടത്തിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശത്തിൽ MLA-മാരുടെ വ്യാജ ഒപ്പുകളാണ് രേഖപ്പെടുത്തിയത് എന്ന മാരക ആരോപണം ഉയർന്നതോടെ മമതയുടെ കളി പാളി. വ്യാജ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി വരികയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേരിട്ടുള്ള അനുമതിയോടെ CID പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഈ വ്യാജരേഖ ചമയ്ക്കൽ കേസിൽ അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള മമതയുടെ അന്തപുരത്തിലെ പ്രമുഖരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് CIDയുടെ നീക്കം. ഇതിനിടെയാണ് അഭിഷേക് ബാനർജിയുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നത്. കൽക്കരി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അഭിഷേക് ബാനർജിയുടെ വീട്ടിൽ ED എത്തിയിരിക്കുന്നത്. ഇതോടെ മമതയുടെ സാമ്രാജ്യം വീഴുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ മമതാ ബാനർജി തന്റെ സ്വന്തം വസതിയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത സുപ്രധാന യോഗത്തിൽ പങ്കെടുത്തത് വെറും 20 MLA-മാർ മാത്രമായിരുന്നു. അന്ന് രാത്രിയോടെ തന്നെ വിമത പക്ഷത്തേക്ക് 30-ലധികം MLA-മാർ ഒഴുകിയെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. മമതയെ തറപറ്റിക്കാൻ MLA-മാരെ ഒന്നിച്ചണിനിരത്തി നടത്തിയ ഈ ഓപ്പറേഷൻ പെട്ടെന്നുണ്ടായതല്ല എന്നും മറിച്ച് ദീർഘനാളായി അണിയറയിൽ കൃത്യമായ ആസൂത്രണം ചെയ്ത മാസ്റ്റർ പ്ലാൻ ആണെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും മമതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. ഇവിടുത്തെ പിണറായി വിജയനെ പോലെ അധികാരത്തിന്റെ ഭ്രമം അവർക്ക് വല്ലാതെ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരുമായിട്ട് നിരന്തരം പോരിലുമായിരുന്നു. ഒടുവിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ സുവേന്ദു അധികാരി ഉൾപ്പെടെ TMC-യിൽ നിന്ന് ഒരു കൂട്ടത്തെ തട്ടിയെടുത്തുകൊണ്ടാണ് ബംഗാളിൽ അധികാരത്തിലേക്ക് BJP എത്തുന്നത്. BJP അധികാരം പിടിച്ചതോടുകൂടി അവിടെ നിർത്തുന്നില്ല. ഇനി അഭിഷേക് ബാനർജിയുടെയും മമതയുടെയും സാമ്രാജ്യം ഇടിച്ചു നിരത്തുക എന്നുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാരും സുവേന്ദു അധികാരിയും കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.